അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സൈഫ് അറബി അതാ വീട്ടിലേക്ക് പുറപ്പെട്ടു. ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം. റബ്ബേ, എൻ്റെ ഉമ്മ, എൻ്റെ അമ്മായി, അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ, മക്കൾ എല്ലാവരും ഒംറയ്ക്ക് വരികയാണ്. ഇവിടെ വെച്ച് എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിന് ഒരു സന്തോഷം എന്നെ കൊണ്ട് നൽകാൻ കഴിയുമെങ്കിൽ റബ്ബേ, അത് ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന നിമിഷങ്ങളായിരിക്കും. അള്ളാഹുവേ, റഹ്മാനെ, നീ എത്ര കാരുണ്യവാനാണ്. എൻ്റെ ഉസ്താദിനെ എനിക്ക് അങ്ങനെയെങ്കിലും സന്തോഷിപ്പിക്കണം, എൻ്റെ ഉമ്മയെയും. ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ പല പല ചിന്തകൾ വന്നു. തൻ്റെ മനസ്സിലുള്ള തീരാ ഖനല് മാറ്റിവെച്ചുകൊണ്ട് ഷെഫി ഉസ്താദ് അള്ളാഹുവിനെ സ്തുതിച്ചു. റഹ്മാനെ, ഒരു ഭാഗത്ത് നീ എനിക്കൊരു ദുഃഖം തരുമ്പോൾ മറുഭാഗത്ത് നീ എനിക്കൊരു സന്തോഷം തരികയാണ്. എങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ നീറുന്ന ആ വേദന ഉണ്ടായിരുന്നു. അതെ, സീനത്ത്, അവൾക്ക് റഹ്മാനെ എന്തായിരുന്നു ഞാൻ കൊടുക്കാതിരുന്നത് എനിക്കറിയുന്നില്ല. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ സ്നേഹം, എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ സമ്പത്ത് അവൾക്ക് വേണ്ടതെല്ലാം ഞാൻ കൊടുത്തിരുന്നു. പക്ഷേ അവളുടെ മനസ്സ് മറ്റാരൊക്കെയാണ് കൊതിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതെ, പവിത്രമായ ഈ വേഷം, അതെ, വെളുത്ത വസ്ത്രം എടുത്ത് ധരിച്ച് നടക്കുന്ന, അതെ, നന്മകൾ മാത്രം ചെയ്യുന്ന, അല്ലെങ്കിൽ തെറ്റിലേക്ക് വഴുതി വീഴാത്ത, ഖുർആൻ പഠിപ്പിക്കുന്ന ദീനിയായ ആളുകളെ അവൾക്ക് ഇഷ്ടമില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ പോയത്. എത്ര തവണ അവളോട് ഞാൻ പറഞ്ഞതായിരുന്നു, പക്ഷേ അവളത് ചെവി കൊണ്ടില്ലല്ലോ. അല്ലാ, ഞാൻ ഹിജാബ് ധരിക്കണമെന്ന് അവളോട് ആവശ്യപ്പെട്ടു. ഹിജാബ് എനിക്ക് ആ കറുപ്പ് മൂടി നടക്കണ ഇഷ്ടമല്ല. മുഖം മൂടിയിട്ട കുറച്ച് ജന്തുക്കളുണ്ടാവും, എനിക്ക് അവരെ കാണുമ്പോഴേ അറപ്പാണ്. അവരുടെ വിചാരം എന്താ? അവർക്ക് എല്ലാവരെയും കാണാം, നമുക്കവരെ കാണാൻ പറ്റൂല. അത് നീ പറയുന്നത് നമ്മൾ ഒരാളെ നോക്കി നിൽക്കണമെന്നല്ലല്ലോ, നമുക്ക് നമ്മുടെ നയനങ്ങളെ താഴ്ത്താനോ. എന്തിനാ ഇത്ര ബുദ്ധിമുട്ടണേ? ഓ, പിന്നെ എനിക്ക് തട്ടം തന്നെ ശരിക്കിടാൻ ഇഷ്ടമല്ല. പിന്നെ വേണോ വേണ്ടിച്ചിട്ട് ഇടുകയാണ്. ആ മുഖം മൂടി നിന്നിട്ട് നടക്കുക എന്നെ കിട്ടൂല കേട്ടോ. സീനത്തെ, നീ മര്യാദക്ക് ആ ഷാളെങ്കിലും ഒന്ന് ഇടുമോ? നിൻ്റെ മുടിയാകെ പുറത്ത് കാണുകയാണ് മോളെ. നിൻ്റെ നെറ്റിയുടെ ഭാഗത്തും ബാക്കിലൊക്കെ ആയിട്ട് നീ അഴിച്ചിട്ടെന്തിനാ നടക്കുന്നത്? നിനക്ക് സ്വർഗത്തിൽ കിടക്കണ്ടേ? സ്വർഗം എപ്പോഴും ഉണ്ടൊരു സ്വർഗത്തിനെ കുറിച്ച് പറയല്. എടി, മുടി കാണിച്ച് നടക്കാൻ പാടില്ല, അതിൻ്റെ ശിക്ഷ നിനക്ക് എന്താ അറിയോ? അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സീനത്തെ നീ തുടങ്ങി പഴംപുരാണം. അല്ലടി, നമുക്ക് വരാനിരിക്കുന്നതാണ്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരാനിരിക്കുന്നതാണ് അതൊക്കെ. എൻ്റെ പൊന്നുമോള, മുടിയൊന്ന് മറച്ചാളി. തൻ്റെ കഴിയുന്ന പരമാവധി ഞാൻ അവളോട് ഉപദേശിച്ചു. മോളെ സീനത്തെ, ഇക്കാൻ്റെ കുട്ടി ഒന്ന് തട്ടം ശരിക്കിട്ടാളെ. ഹിജാബ് ധരിക്കണില്ല, വേണ്ട, ഓക്കെ, എന്നാൽ ഒരു മുഖമുക്കനെങ്കിലും ധരിച്ച് എൻ്റെ കുട്ടി ആ മുടിയൊന്ന് മറച്ചുകൂടെ? എനിക്ക് കണ്ടൂടെ ഈ മൊക്കനെയും ഹിജാബ് കിട്ടി നടക്കണ പോലെ തന്നെ. അവരൊക്കെ വെറും ചതിയന്മാരാണ്. നീ എന്തൊക്കെയാണ് പറയുന്നത്? അള്ളാഹുവിന് നിനക്ക് ഭയമില്ലേ? കുറേ പേടിച്ച് തന്നിട്ട് വലിയ കാര്യമില്ലേ? എല്ലാത്തിനും തർക്കുത്തരം മാത്രം പറയുന്ന സീനത്ത്. മോളെ, സിറാത്ത് പാലം എന്നൊരു പാലമുണ്ട്, നിനക്കതിലൂടെ എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് കിടക്കണ്ടേ? വേണ്ട, കുറച്ച് സാവകാശമായാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എല്ലാത്തിനും തട്ടുത്തരം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന അവളോട് ഉസ്താദിന് പറയാൻ വാക്കുകളില്ലായിരുന്നു. ഞാൻ എന്തിനതൊക്കെ ഇനി പറയണം അവളോട്? ഞാൻ പറഞ്ഞാൽ അവൾ ഒരിക്കൽ പോലും അനുസരിക്കില്ല. ഉസ്താദ് വിതുമ്പിക്കരഞ്ഞു. അല്ലാ, ഞാനിപ്പോൾ എന്തിനാ അതേക്കുറിച്ച് ചിന്തിക്കണത്? അവൾ പോയില്ലേ, ഏതോ ഒരുത്തൻ്റെ കൂടെ പോയില്ലേ, ഞാനിപ്പോൾ എന്തിനാണ് ചിന്തിക്കുന്നത്? എന്നാലും റബ്ബേ, എൻ്റെ രക്തത്തിലുണ്ടായ ആ കുഞ്ഞിനെ അവൾ കൊന്നു കളഞ്ഞോ എന്തോ അറിയില്ല റബ്ബേ, സഹിക്കണില്ല റബ്ബേ. ആ കുഞ്ഞിനെ അവൾ നശിപ്പിക്കരുതേ അല്ലാ. ഷെഫി ഉസ്താദ് കരയുകയായിരുന്നു. അതെ, തൻ്റെ ജീവിതത്തിൽ റബ്ബേ എല്ലാം ഇങ്ങനെയാണല്ലോ. സാറില്ല റഹ്മാനെ, നീ ഇഷ്ടപ്പെടുന്നവർക്ക് പരീക്ഷണങ്ങൾ നീ നൽകുമല്ലോ, അതിൽപ്പെട്ടവനായിരിക്കും ഒരുപക്ഷെ ഞാനും. എൻ്റെ ജീവിതത്തിൽ എല്ലാം ഇങ്ങനെ തന്നെ. ഇനിയൊരു വിവാഹം, അത് നാളെ പരലോകത്ത് വെച്ചായിരിക്കും. ഈ ദുനിയാവിൽ അങ്ങനൊരു ചിന്ത എനിക്കില്ലല്ല റഹ്മാനെ. ഞാൻ കല്യാണം കഴിക്കുന്നത് ഇനി എൻ്റെ ഖബറിനെ ആയിരിക്കും. ഖബറിൽ എനിക്ക് വേണ്ടി ആ ഖബർ എന്നെ കാത്തിരിക്കും. എന്നെ ഖബറിലേക്ക് വെക്കുമ്പോൾ ആ ഖബർ എന്നെ വാരിപ്പുണരും. അതിൻ്റെ ശക്തിയിൽ എൻ്റെ വാരിയെല്ലുകൾ കോർക്കുന്ന ആ ഒരു ശബ്ദം പുറത്തെ ജീവികൾ കേൾക്കും. ഇനി എനിക്കൊരു വിവാഹമുണ്ടെങ്കിൽ അതതായിരിക്കും.
അതെ, അന്ന് ഞാൻ പുതുമണവാളനായി ചമഞ്ഞൊരുങ്ങും, വെള്ള ലിബാസിൻ പുടവയണിഞ്ഞ്. അതെ, ഞാൻ മണവാളനായി ചമഞ്ഞൊരുങ്ങും. കർപ്പൂരത്തിൻ്റെ അത്രച്ച് തേച്ച് ഞാനന്ന് കുളിച്ചിടും. എന്നെ 6 കാലുള്ള ആ ഒരു മഞ്ചലിലേറി എല്ലാവരും കൊണ്ടുപോകും. എൻ്റെ കൂടെ ഒരുപാട് തോഴന്മാരുണ്ടാവും മണവാളൻ്റെ കൂടെ. ഞാൻ പോകുന്ന സന്തോഷത്തിൻ്റെ ആരവമായി അവരെല്ലാവരും കലിമത്ത് ചൊല്ലിടും. അല്ലാ, എന്നെ മനസ്സറിഞ്ഞ് 2 കൈകളും നീട്ടി നീ സ്വീകരിക്കണേ അല്ലാ. എൻ്റെ ജീവിതം ഇനി ഖബറിലായിരിക്കും. എൻ്റെ സുന്ദരമായ ദാമ്പത്യ ജീവിതം അവിടെയായിരിക്കും അല്ലാ. മലക്കുൽ മുത്തിനെ ദല്ലാളാക്കി മാലിക്കുൽ മുൽക്കിൻ്റെ സമ്മാനം. റബ്ബേ, എന്നെ നീ സ്വീകരിക്കണേ അല്ലാ. മനസ്സറിഞ്ഞ് 6 അടി മണ്ണിലായിരിക്കും എനിക്ക് വേണ്ടിയുള്ള മണിയറ മെത്ത ഒരുക്കിയിട്ടുണ്ടാവുക. ആദ്യ രാത്രി എനിക്ക് വേണ്ടി തഹലീലും തസ്ബീത്തും ഉയരണം അല്ലാ. 1000 മൺതരികൾ വിതറിക്കൊണ്ട് എല്ലാവരും മംഗളം എനിക്ക് വേണ്ടി നേരുമ്പോൾ ആ ഇരുട്ട് നിറഞ്ഞ ആ കുഴിയിൽ ഞാൻ കുടിയിരിക്കും അല്ലാ. എന്നാൽ എൻ്റെ കൂടെയുള്ളവരെല്ലാം മൂടുകല്ല് വെച്ച് എൻ്റെ മണിയറവാതിൽ പതുക്കെ അടക്കുമ്പോൾ, മീസാൻ കല്ലുകൊണ്ട് അതിൻ്റെ വാതിൽ പൂട്ടുമ്പോൾ, എല്ലാവരും മടങ്ങിക്കഴിയുമ്പോൾ, അല്ലാ, എനിക്ക് നീ മാത്രമാണ് ഉണ്ടാവുക, നീ മാത്രം. ആ നിമിഷം എന്നെ വാരിപ്പുണരുവാൻ, എന്നെ മുത്തമിടുവാൻ വേണ്ടി ചുമരുകൾ എന്നെ കെട്ടിപ്പുണരുമ്പോൾ, എൻ്റെ വാരിയലുകൾ കോർക്കുന്ന ആ ഒരു ശബ്ദം പുറത്തുള്ള ജീവജാലങ്ങൾ കേൾക്കുമ്പോൾ, വാരിയല് പൊടിയുന്ന ശബ്ദം, അതെ, അത് എൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, ഖബർ എന്നെ വാരിപ്പുണരുമ്പോൾ, അല്ലാ, നീ മാത്രമായിരിക്കണം എനിക്ക് കാവല്. അല്ലാഹുവേ, അപ്പോഴേക്കും അതിഥികളായി അതാ മുൻകർ നക്കീർ വരുന്നു. കൂടെയുള്ളവരെല്ലാം എന്നെ മണ്ണിലിടയിലേക്കാക്കി തിരിച്ചു പോയി 7 അടി അകലുമ്പോൾ അതാ മുൻകർ നക്കീർ വരുന്നു എൻ്റെ അരികിലേക്ക്. അവരെ എനിക്ക് അതപോടെ സൽക്കരിക്കണം. അതെ, എൻ്റെ അരികിലേക്ക് വന്നോളൂ, എന്നെ ചോദ്യം ചെയ്തോളൂ. റബ്ബേ, എനിക്ക് അവരെ നല്ല രീതിയിൽ സൽക്കരിക്കണം. അതെ, എൻ്റെ മണിയറയിലേക്കാണ് അവർ കടന്നു വരുന്നത്. അവരുടെ ചോദ്യങ്ങൾക്ക് അതിരി എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബേ, എനിക്ക് വേഗത്തിൽ ജവാബ് കൊടുക്കണം. അല്ലാഹുവേ, എൻ്റെ മണിയറ, അതെ, ആ മണ്ണറ നീ പൂവറയാക്കണം റഹ്മാനെ, സ്വർഗപ്പൂന്തോപ്പാക്കണം റഹ്മാനെ. എൻ്റെ മണിയറ നീ വിശാലമാക്കണേ അല്ലാ. ദുനിയാവിൽ എനിക്കൊരു മണിയറ ആസ്വദിക്കാൻ ശരിക്ക് കഴിഞ്ഞിട്ടില്ല അല്ലാ. എന്തൊക്കെയോ ഭയത്തിൻ്റെ മേലിൽ ആർക്കൊക്കെയോ വേണ്ടി, എന്തിനൊക്കെയോ വേണ്ടി, ഒരിക്കലും ഇഷ്ടമില്ലാത്തവൾക്ക് വേണ്ടിയായിരുന്നു എൻ്റെ ജീവിതം അല്ലാ. ഖബറിലെങ്കിലും എനിക്ക് സ്വർഗപ്പൂമണിയറ നീ നൽകണം അല്ലാ. അല്ലാ, ആ ഒരു പുതിയ ജീവിതം എനിക്ക് നീ സന്തോഷത്തിലാക്കി തരണം അല്ലാ. അല്ലാതെ ദുനിയാവിലെ മണിയറ അത് ഞാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ. അതെനിക്കൊരിക്കലും കിട്ടിയിട്ടുമില്ല സന്തോഷത്തോടു കൂടി. ഷെഫി ഉസ്താദ് തേങ്ങിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. അല്ലാഹുവേ, ഇനി എനിക്കൊരു മണിയറ ഉണ്ടെങ്കിൽ അത് ആ പള്ളിക്കാട്ടിലെ ഖബറായിരിക്കും റഹ്മാനെ. എന്നെ മാടി വിളിക്കുന്നതായിട്ട് എനിക്ക് തോന്നുകയാണ് അല്ലാ. ഷെഫി ഉസ്താദ് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ദുആ ചെയ്തു. അല്ലാ റഹ്മാനെ, നീ എന്നെ കൈവിടല്ല. ദുനിയാവിൽ എനിക്കൊരു ജീവിതം, അതിന് ഞാൻ സുന്ദരമായൊരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതെ, ആയുസ് കൈവളിങ്ങനെ ജീവിക്കുന്നേ റഹ്മാനെ. നീ ഈ ലോകത്ത് ഇങ്ങനെയാണെങ്കിലും എനിക്ക് നാളത്തെ ലോകത്ത് നീ എനിക്ക് വിശാലത നൽകണം റഹ്മാനെ. ഞാൻ ആഗ്രഹിച്ച രീതിയിലുള്ള ജീവിതം എനിക്ക് നൽകണം റഹ്മാനെ. ഷെഫി ഉസ്താദ് കരഞ്ഞു ആ ദിവസം ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ ഈ സമയം സൈഫ് അറബി സന്തോഷത്തോടെ തൻ്റെ കൊട്ടാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തെന്നറിയില്ല, എത്രയായിട്ടും എത്താത്ത പോലെ. ഒരുപാട് മധുര സ്വപ്നങ്ങൾ. ഒരുപക്ഷേ എൻ്റെ സൈത്തൂൻ ബീവി ഇതറിഞ്ഞു കഴിഞ്ഞാൽ അവൾ ഒത്തിരി സന്തോഷിക്കും. പക്ഷേ അവളെ പുണ്യസ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് അത് ഒരുപക്ഷെ അവൾ ഇതെല്ലാം അറിയുവാനും കാരണമാകും. ഇൻഷാ അല്ലാ, നിക്കാഹ് അവിടെ നിന്ന് ചെയ്യുവാനുള്ള ഉദ്ദേശിക്കുന്നത്. പക്ഷേ എൻ്റെ സൈത്തൂൻ ബീവി, അല്ലാ, ഞാൻ എന്ത് ചെയ്യും? എന്തായാലും വേണ്ടില്ല, അവളോട് കാര്യങ്ങളൊന്ന് പറയണം. അങ്ങനെ അതാ
അറബി അവരുടെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുന്നു. നേരെ അതാ ജെയ്ത്തൂൻ ബിയുടെ അരികിലേക്ക്. ജെയ്ത്തൂൻ, ആ മാഷാ അല്ലാ, വന്നോ? അസ്സലാമു അലൈക്കും യാ ഹബീബി. വലൈക്കും അസ്സലാം. അറബിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അർബ, എവിടെയായിരുന്നു ഇത്രയും സമയം? അതെ, ഒരു കാര്യം സംസാരിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു പോയതായിരുന്നു ഷെഫി ഉസ്താദിൻ്റെ അരികിലേക്ക്. ആ, അത് ശരി, എന്ത് കാര്യമായിരുന്നു ബീവി? പിന്നെ നമ്മളൊക്കെ എത്രയോ ഉംറയും ഹജ്ജൊക്കെ ചെയ്തതാണല്ലോ, പക്ഷേ നമ്മുടെ ഫർസാന ഒന്നും ചെയ്തിട്ടില്ലല്ലോ. മാഷാ അല്ലാ, ഞാനത് പറയണമെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു അർബാവ്. സത്യമായിട്ടും കുഞ്ഞിനെ ഞാൻ പിടിച്ചോളാം. നിങ്ങൾ രണ്ടുപേരും പോയിട്ട് ഉംറയെല്ലാം ചെയ്തു വരൂ. അതായിരിക്കും നല്ലത് കേട്ടോ. ഇൻഷാ അല്ലാ, നമുക്ക് പിന്നെ പോകാം. സത്യം പറഞ്ഞാൽ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ആ ഒരു വാക്കുകൾ കേട്ട് അറബി സന്തോഷവാനായി ജെയ്ത്തൂൻ ബീവിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചുംബിച്ചു പറഞ്ഞു. എൻ്റെ ബീവി, എൻ്റെ ജീവിതത്തിലെ വല്ലാത്തൊരു മണിമുത്ത് തന്നെയാണ് നീ. അർബ, എന്ത് നിങ്ങളീ പറയുന്നത്? അതേടി, എൻ്റെ മനസ്സിലുള്ള സന്തോഷങ്ങൾ എനിക്ക് വേണ്ടി മാറ്റിവെച്ച എൻ്റെ പെണ്ണ് തന്നെയാണ് എൻ്റെ ജെയ്ത്തൂൻ. ജെയ്ത്തൂൻ, അള്ളാഹു എനിക്ക് തന്ന ഖനിയാണ് നീയെ. എന്തെന്നറിയില്ല, അറബിക്ക് വല്ലാത്തൊരു സന്തോഷം. പെട്ടെന്ന് തന്നെ ഫർസാനയുമായി ഉംറക്ക് പോകുവാൻ വേണ്ടിയിട്ട് അതാ അറബിയോട് അറബിച്ചി, അതെ ജെയ്ത്തൂൻ ബീവി പറയുകയാണ്. ഒരു നിമിഷം പടച്ച റബ്ബിനെ സ്തുതിച്ചു. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക്കൻ. അല്ലാഹ് റഹ്മാനെ, ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ സെയ്ഫ് അറബിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. സെയ്ഫ്, നിങ്ങൾ പൊയ്ക്കോളും ഫർസാനയുടെ അരികിലേക്ക്. ഇൻഷാ അല്ലാ, ഞാൻ പോയിക്കോളാം. ഒന്ന് ഫ്രഷ് ആവട്ടെ. അല്ല, വന്ന വിവരം ഒന്ന് അവൾ കാത്തിരിക്കുമായിരിക്കൂലേ, എന്നിട്ടായ പോരെ? ബീവിയുടെ നിർബന്ധത്തിന് വഴങ്ങി അതാ സെയ്ഫ് അറബി ഫർസാനയുടെ അരികിലേക്ക് ചെല്ലുന്നു. അല്ല, കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്ന അവൾ പെട്ടെന്ന് കുഞ്ഞിനെ വേർപിടിവിച്ചു. കുഞ്ഞ് കരഞ്ഞു. പെട്ടെന്ന് അറബി പറഞ്ഞു, വേണ്ട, കുഞ്ഞിനെ കരയിക്കണ്ട, ഞാനൊരു കാര്യം പറയുവാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. എന്നാൽ അവൾ പെട്ടെന്ന് തന്നെ വസ്ത്രമെല്ലാം ശരിയാക്കി കുഞ്ഞിനെയും തോളിലിട്ടുകൊണ്ട് അതാ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക്. അർബ, ഫർസാന, ഞാനൊരു സന്തോഷം അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് വന്നത്. അർബ, അങ്ങ് എന്താണ് പറയുന്നത്? അതെ ഫർസാന, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായൊരു നിമിഷമാണ് വരാൻ പോകുന്നത്. ഒരു നിമിഷം അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അതെ, നീ കരയാനായിട്ടില്ല. അതിനേക്കാൾ നിനക്ക് വലിയൊരു സർപ്രൈസ് കൂടി തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഞാൻ. അത് ഇൻഷാ അല്ലാ, അതിനു മുമ്പായിട്ട് ഞാൻ നിനക്ക് ഒരു കാര്യം പറയാം. നമ്മൾ മദീനയിലേക്ക്, മക്കയിലേക്ക് പോവുകയാണ്. ഉംറ ചെയ്യണം, സിയാറത്ത് ചെയ്യണം. അവിടെ വെച്ച് നമ്മുടെ നിക്കാഹ്. എന്താ, സ്വന്തം ഉപ്പയും ഉമ്മയും അനിയത്തിമാരും അനിയനും വരുന്ന വിവരമൊന്നും അവൾ അറിഞ്ഞില്ല. അറബി അവളോട് പറഞ്ഞതുമില്ല. അവൾക്ക് മനസ്സിനുള്ളിൽ വല്ലാത്ത സന്തോഷം. മാഷാ അല്ലാ, ഉംറ ചെയ്യാനോ റഹ്മാനെ, ഒരുപാട് കൊതിച്ചതാണ് ഞാൻ. പക്ഷേ എങ്ങനെ പോകും എന്ന് ഓർത്ത്. ഫർസാന, നമുക്ക് പോകാം ഇൻഷാ അല്ലാ. ഒരു ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റ് കഴിഞ്ഞ് ആദ്യം നമുക്ക് ഉംറ ചെയ്യണം. ഒരു 2-3 ദിവസത്തെ ഉംറ കഴിഞ്ഞ് നമുക്ക് മദീനയിലെത്തണം. സിയാറത്ത് കഴിഞ്ഞ് അവിടെ വെച്ച് ആ പരിശുദ്ധമാക്കപ്പെട്ട മണ്ണിൽ വെച്ച് ഹബീബിനെ സാക്ഷിയാക്കിക്കൊണ്ട് നമുക്ക് എന്താ. സത്യം പറഞ്ഞാൽ ഫർസാന കരഞ്ഞു പോയി. ഒരു നിമിഷം അറബിയെ കെട്ടിപ്പിടിച്ച് കരയണമെന്ന് വരെ അവൾക്ക് തോന്നി. പക്ഷേ അർബ, ഫർസാന ക്ഷമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇത്രയും ദിവസം തന്നല്ലോ. അറിഞ്ഞുകൊണ്ടും നമ്മളൊന്നും ചെയ്തിട്ടില്ല. അഥവാ അറിയാതെ എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പടച്ച റബ്ബ് അത് പുറത്തു തരട്ടെ. മോളെ ഫർസാന, ഇൻഷാ അല്ലാ ഈ ഒരാഴ്ചക്കുള്ളിൽ നമുക്കെല്ലാം സെറ്റാക്കണം ഇൻഷാ അല്ലാ. അർബ, നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയുന്നില്ല. ഇത്രയും വലിയ തെറ്റ് ചെയ്ത എന്നെ നിങ്ങൾ സ്വീകരിക്കുമെന്ന് പറയുമ്പോൾ ഞാൻ എന്തൊരു ഭാഗ്യവതിയാണ്. ഫർസാന, അതൊന്നും വേണ്ട. അതിനൊക്കെ വേണ്ടി തന്നെയാണ് നമ്മൾ പരിശുദ്ധമാക്കപ്പെട്ട മക്കയിലേക്ക് പോകുന്നത്. കഅബയുടെ കില്ല പിടിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കണം.
നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തു തരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എത്ര വലിയ തെറ്റ് ചെയ്താലും അള്ളാഹു പുറത്തു തരും. അതെ, അള്ളാഹു കാരുണ്യവാനും കരുണാനിധിയുമാണല്ലോ. ഫർസാന, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, നമുക്ക് പോകാം. പെട്ടെന്ന് അവൾ ചോദിച്ചു, അപ്പോൾ കുഞ്ഞ് സൈത്തൂൻ ബീവി? അതെ, അവർ തന്നെയാണ് എന്നെ പറഞ്ഞേക്കുവാൻ വേണ്ടി കൂടുതൽ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. അത് പാവല്ലേ സൈത്തൂൻ ബീവി? മോളെ, ശരി തന്നെയാണ്. പക്ഷേ ഇപ്രാവശ്യം അവർ തന്നെ പറഞ്ഞു, ഞാൻ കുഞ്ഞിനെ നോക്കിക്കോളാം, നിങ്ങൾ പോയി വരൂ എന്നുള്ളത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ അവൾക്ക് പറയാൻ തോന്നിയത് നന്നായി. അതല്ല, ഞാനും കൂടെ വരുന്നു എന്നെങ്ങനും പറഞ്ഞാൽ അത് പിന്നീട് കാണുമ്പോൾ അവൾ എത്ര വിഷമിക്കും. നമ്മുടെ കുഞ്ഞിനെ അവൾ തിരിച്ചറിഞ്ഞാൽ ഒരു പക്ഷേ അവളുടെ മനസ്സ് വല്ലാതെ വേദനിക്കും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവൾക്ക് അങ്ങനെയാണ് പറയാൻ തോന്നിയത്. സത്യം പറഞ്ഞാൽ ഫർസാനയുടെ മിഴികൾ നിറഞ്ഞൊഴുകി. അള്ളാ അത്ര കാരുണ്യവാനാണല്ലേ. ഫർസാന, നീ ദുആ ചെയ്തോ, പടച്ച റബ്ബിനോട് ശുക്ർ ചെയ്യുക, ശുക്ർ ചെയ്യുക, ശുക്ർ ചെയ്യുക. നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ. അള്ളാഹു അത്രക്കും കാരുണ്യവാനും കരുണാനിധിയുമാണ്. നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം അള്ളാഹു ആ പുണ്യഭൂമിയിൽ വെച്ച് നടത്തി തരുവാൻ ആഗ്രഹിക്കുന്നു. അറബിക്കും വല്ലാത്ത സങ്കടം. ഫർസാന, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ നിക്കാഹിന് വേണ്ടി നേതൃത്വം നൽകുന്നത് നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ, അതായത് ഏറ്റവും അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും നല്ല രീതിയിൽ പടച്ച റബ്ബിനെ സൂക്ഷിക്കുന്ന ഒരാളാണ്. എല്ലാം ഇൻഷാ അല്ലാഹ് നമുക്ക് സർപ്രൈസായിട്ട് കാണാം കേട്ടോ. അറബി അത് പറഞ്ഞ് പിരിഞ്ഞു പോയി. ഫർസാന പടച്ച റബ്ബിനെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു. അള്ളാഹുവേ റഹ്മാനെ, നീ എത്ര കാരുണ്യവാനാണ് റബ്ബേ. ഞാൻ ഇത്രയും വലിയ തെറ്റ് ചെയ്ത ആളായിട്ട് പോലും എനിക്ക് നീ ഇത്രയും നല്ല അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കും. റഹ്മാനെ, ഒരു നിമിഷം ഫർസാന കരഞ്ഞു പോയി. അല്ലാ, എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ഇത് കാണുവാനുള്ള ഭാഗ്യമൊന്നുണ്ടായിരുന്നെങ്കിൽ. അല്ലാ, എന്ത് ചെയ്യാം, മനസ്സിലാഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാ എല്ലാം കഴിഞ്ഞിട്ട് വിളിച്ച് പറയാം. എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും അത്രക്കും ആഗ്രഹമായിരുന്നു എൻ്റെ നിക്കാഹ് കണ്ട് എൻ്റെ ഉപ്പയുടെ കൈകൾ പിടിച്ചുകൊണ്ട് എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് എന്നെ ഏൽപ്പിക്കുന്ന ആ ഒരു ഭാഗ്യം എൻ്റെ ഉപ്പാക്ക് ഉണ്ടായില്ലല്ലോ. ഞാൻ എന്തൊരു പാപിയാണ് റബ്ബേ. ഞാൻ ആദ്യമേ അവരെ ചതിച്ചു പോന്നതാണ്. ഇപ്പോൾ സാരമില്ല, എന്നാലും എൻ്റെ ഉപ്പയോട് പറയാൻ എനിക്ക്, ഞാൻ അറബിയെ കല്യാണം കഴിച്ചു വന്ന് എൻ്റെ ഉപ്പാക്ക് അത്രക്കും ആഗ്രഹം റബ്ബേ. എൻ്റെ വിജയങ്ങളും എൻ്റെ സന്തോഷങ്ങളും അതെൻ്റെ മാതാപിതാക്കളെ കാണാനുള്ള ഭാഗ്യമില്ലല്ലോ. അവൾ പൊട്ടിക്കരഞ്ഞു. പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്തു. ഒരിക്കൽ പോലും ഫർസാന അറിയുന്നില്ല തൻ്റെ മാതാപിതാക്കൾ മക്കയിലേക്ക് വരുന്നത്. അവൾ വിതുമ്പിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു, റബ്ബിർഹംഹുമാ കമാ റബ്ബിയാനി സഗീറ, റബ്ബിർഹംഹുമാ കമാ റബ്ബിയാനി സഗീറ, റബ്ബിർഹംഹുമാ കമാ റബ്ബിയാനി സഗീറ. അവൾ വിതുമ്പിക്കൊണ്ട് ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. പെട്ടെന്നാണ് സൈത്തൂൻ ബീവി അങ്ങോട്ട് വന്നത്. ഫർസാൻ കണ്ണുകൾ തുടച്ചുകൊണ്ട് വാതിൽ തുറന്നു. ഫർസാൻ, എവിടെ? ഓ, വാവ ഇവിടെ എന്തൊക്കെ തിന്നുന്ന കാണുന്നില്ലേ? അയ്യേ, ഇതെന്താ പുതപ്പൊക്കെ കഴിക്കുന്നുണ്ടോ? ഓ, എന്ത് നല്ല നല്ല സ്വാതന്ത്ര്യത്തോടെ കരയാതിരിക്കുകയാണ്. അല്ല ഫർസാൻ, നിന്റെ മുഖം വല്ലാണ്ട് ചുവന്നിരിക്കുന്നല്ലോ. ബേബി, അത് ഞാനും ഉമ്മയൊക്കെ കുറിച്ച് ആലോചിച്ചപ്പോഴേ. ഓ, അങ്ങനെയാണല്ലേ. ഇൻഷാ അല്ലാ നമുക്ക് പോവാം കേട്ടോ. കുഞ്ഞിനെയും കൊണ്ടൊക്കെ നമുക്ക് ഇൻഷാ അല്ലാ പോകാം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഒരു പോക്ക്, ഇനിയിപ്പോൾ എന്തായാലും വീട്ടുകാരോടൊക്കെ പറഞ്ഞതല്ലേ, അപ്പോൾ പോകാം കേട്ടോ ഇൻഷാ അല്ലാ. സൈത്തൂൻ ബൈ വരുമ്പോൾ തന്നെ ഫർസാനക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. കാരണം അവർ നല്ലൊരു മഹതി തന്നെയാണ്. ഒരാളെയും വിഷമിപ്പിക്കാത്ത, എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന, സമാധാനിപ്പിക്കുന്ന. മോളെ ഫർസാന, എൻ്റെ പൊന്നു മോളെ, വല്ലാത്ത സർപ്രൈസുമായിട്ടാണല്ലോ ഈ പ്രാവശ്യം സൈഫ് വന്നത്. അറിഞ്ഞില്ലേ? ഒമ്പരൊക്കെ പോവുകയാണല്ലേ. 2 പേരും കൈകൾ പിടിച്ചുകൊണ്ട്, കൈകൾ കോർത്ത് പിടിച്ചുകൊണ്ട് ആ മക്കയെ തവാഫ് ചെയ്യണം. എന്താ, പ്രാർത്ഥിക്കണം, അല്ലാഹുവേ ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് കുഞ്ഞുങ്ങളെ തരണേ എന്നുള്ളത് കേട്ടോ. ഉറപ്പല്ലേ?
ബേബി, സത്യം പറഞ്ഞാൽ ജെയ്ത്തൂൻ ബീവിയുടെ ആ ഒരു വാക്കുകൾ കേട്ട് ഫർസാനയുടെ കണ്ണുകൾ നിറയുന്നു. റബ്ബേ, എത്ര നല്ലൊരു മഹതിയാണിത്. ഇങ്ങനെ ഒരു മഹതിയെ റഹ്മാനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഫർസാന കരഞ്ഞുകൊണ്ട് ജെയ്ത്തൂൻ ബീവിയെ കെട്ടിപ്പിടിച്ചു. മോളെ, എന്ത് പറ്റി ബീവി? നിങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഒരു വലിയ മനസ്സിനുടമയാണ്. എനിക്ക് ഒരു ജ്യേഷ്ഠത്തിയുടെ സ്ഥാനത്ത് നിങ്ങളെ കിട്ടിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. മോളെ, എനിക്ക് നിന്നെ കിട്ടിയില്ലേ? നീ എനിക്കൊരു കുഞ്ഞിനെ തന്നില്ലേ? പൊന്നു മോളെ, അതിനേക്കാളുണ്ടോ എനിക്കൊന്നും തരാൻ കഴിഞ്ഞില്ലല്ലേടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്നും. അത് കേട്ട് ഫർസാൻ ഒരു നിമിഷം പറയുവാൻ വേണ്ടി നിന്നു. അതെ, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ജീവൻ്റെ പാതിയാണ് നിങ്ങൾ എനിക്ക് തന്നിരിക്കുന്നത് ബീവി. ഒരു പെണ്ണും ഒരിക്കൽ പോലും ചെയ്യാത്ത കാര്യം അത് പറയട്ടെ എന്ന് കരുതി. പക്ഷേ കരഞ്ഞിട്ട് ശബ്ദം പുറത്തേക്ക് വരുന്നില്ലായിരുന്നു. എന്തൊക്കെയോ പറയാൻ വിചാരിക്കുന്നുണ്ടല്ലോ എൻ്റെ പൊന്നു മോള്. ബീവി, അങ്ങയുടെ ജീവൻ്റെ പാതിയല്ലേ എനിക്ക് നിങ്ങൾ തരുന്നത്. അത് കേട്ട് ജെയ്ത്തൂൻ ബീവിയുടെയും കണ്ണുകൾ നിറഞ്ഞു. മോളെ, എൻ്റെ ജീവൻ്റെ പാതിയായ എൻ്റെ ഭർത്താവ് സൈഫിനെ ഞാൻ നിനക്ക് നൽകുന്നതിന് പകരമായിട്ട് നമുക്ക് നീ ഒരു കുഞ്ഞിനെ നൽകിയല്ലേ. അപ്പോൾ ഞാൻ അല്ലാതെ വേറൊന്നും എന്നെ കൊണ്ട് തരാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. ജെയ്ത്തൂൻ ബീവി കരഞ്ഞുകൊണ്ട് അത് പറഞ്ഞു. ബീവി, എനിക്ക് നിങ്ങളോട് എങ്ങനെ എന്ന് നന്ദി പറയണമെന്ന് അറിയുന്നില്ല. എങ്ങനെ അനാഥമായി നടന്നിരുന്ന ആ ഒരു കാലം, അതെ, മസറയിൽ ജോലി ചെയ്തിരുന്ന അന്ന് ജീവിക്കുവാൻ വേണ്ടി റഹ്മാനെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അധ്വാനിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞ് ജോലി ചെയ്യുന്ന സമയത്തായിരുന്നു അങ്ങനെ ആവശ്യപ്പെട്ടത്. അതെ, ഒരുപാട് ആളുകൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. എന്നെ മാത്രം ബീവി എന്തുകൊണ്ട് തിരഞ്ഞെടുത്തോ? മോളെ, നിന്നെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി, ഒരു സമാധാനം തോന്നി. എനിക്കെൻ്റെ അനിയത്തെ പോലെയാണ് നിന്നെ തോന്നിയത്. സത്യമായിട്ടും ബീവി, അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞാൻ ഇവിടെ ഈ നിലയിലെത്തി. അൽഹംദുലില്ലാ, എത്രമാത്രം സുഖത്തോടെ സന്തോഷത്തോടെ ഞാനിവിടെ ജീവിക്കുകയാണ്. എനിക്കിവിടെ ജോലിക്കാർ, എൻ്റെ എല്ലാ കാര്യവും നിറവേറ്റിത്തരാൻ എല്ലാവരും ഉണ്ട്. അത് സ്നേഹിക്കാൻ ഉമ്മയുടെ സ്ഥാനത്തും ജ്യേഷ്ഠത്തിയുടെ സ്ഥാനത്തും നിന്നുകൊണ്ട് ഒരു ജ്യേഷ്ഠത്തിയായ എൻ്റെ ജെയ്ത്തൂൻ ബീവി, അതെ, സൈഫ് അറബി, അങ്ങനെ എല്ലാവരും. മോളെ, അതെല്ലാം നിനക്ക് അവകാശപ്പെട്ടതാണല്ലോ. ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. ഇനി ഒന്നും മോൾ വിചാരിക്കരുത്. മോൾക്ക് നമുക്ക് ഇനിയും നമ്മുടെ കൊട്ടാരത്തിൽ കുഞ്ഞുങ്ങളുണ്ടാവണം. ഈ കുഞ്ഞിനെ ഞാൻ നോക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ അതിനു വേണ്ടി പ്രയത്നിക്കണം. വേറൊന്നും വിചാരിക്കരുത്. ബീവിയുടെ ആ ഒരു സന്തോഷമായ വാക്കുകൾ കേട്ട് ഒരു നിമിഷം ഫർസാന കരഞ്ഞു പോയി. റബ്ബേ, ഇൻഷാ അല്ലാഹ് തീർച്ചയായും അള്ളാഹു നമുക്ക് ഇനിയും കുഞ്ഞുങ്ങളെ നൽകട്ടെ. ആമീൻ. പെട്ടെന്ന് സൈഫ് അങ്ങോട്ട് വന്നു. ജെയ്ത്തൂൻ, ആ, അർബ വിളിക്കുന്നു. ആ സൈഫ്, ഇങ്ങോട്ട് കയറിപ്പോരൂ. രണ്ടുപേരും നിങ്ങളുടെ ഭാര്യമാരനല്ലേ, കയറിപ്പോരൂ. ജെയ്ത്തൂൻ, നീ ഒന്ന് വന്നേ. അത് ഫർസാന പറഞ്ഞു. ബീവി, നിങ്ങൾ പൊയ്ക്കോളി. അതായത് എപ്പോഴും നിങ്ങൾ തന്നെയല്ലേ ഏറ്റവും മുൻപന്തിയിൽ. ആര് പറഞ്ഞു? അങ്ങനെയൊന്നല്ല, നിനക്കാണ് ഇവിടെ ഏറ്റവും സ്ഥാനം. നീയാണ് കുഞ്ഞിനെ നൽകിയത്. അങ്ങനെ പറയരുത്. അങ്ങ് ചെല്ലണം. അങ്ങനെയതാ ജെയ്ത്തൂൻ ബീവി പുറപ്പെടുന്നു സൈഫ് അറബിയുടെ അരികിലേക്ക്. എന്താ രണ്ടുപേരും കൂടെ എന്താ സൈഫ്, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ധൈര്യമായി അങ്ങോട്ട് കയറി വരാലോ. എന്താ, ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്, അവൾ നിങ്ങളുടെ ഭാര്യ തന്നെയാണ്. പിന്നെന്താ അങ്ങിപ്പോഴും അകലം പാലിക്കുന്നത്? ബീവി, ഇനി ഉംറയെല്ലാം കഴിഞ്ഞു വരട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു എൻട്രി ഉണ്ട്. അതൊരു മാസ എൻട്രി ആയിരിക്കും. പിന്നെ കൊച്ചു കള്ളൻ എപ്പോഴും അങ്ങനെ പറയും, അത് കഴിയട്ടെ ഇത് കഴിയട്ടെ എന്ന്. ഇനി ഇത് കാത്തിരിക്കാൻ വയ്യാട്ടോ. പിന്നെ ഇനി വന്നാൽ തന്നെ ഞാൻ 2 ദിവസം റൂമിലൂടെ പൂട്ടിയിടും. നിങ്ങൾ രണ്ടുപേരെ നോക്കിക്കോ. അത് കേട്ടപ്പോൾ സൈഫ് അറബി വല്ലാത്ത ചിരിയായിരുന്നു. എൻ്റെ പെണ്ണ്, നിൻ്റെ ഒരു ആഗ്രഹങ്ങൾ 2 ദിവസമല്ല ഒരാഴ്ച തന്നെ പൂട്ടിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഉംറ കഴിഞ്ഞ് വരട്ടെ കേട്ടോ. ജെയ്ത്തൂൻ ബീവിയുടെ കവളിൽ നുള്ളിക്കൊണ്ട് സൈഫ് അറബി അത് പറഞ്ഞപ്പോൾ ജെയ്ത്തൂൻ ബീവി വല്ലാതെ അങ്ങ് സന്തോഷിച്ചു. മാഷാ അല്ലാഹ്.
ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ സീനത്തിനെ പറ്റി ചോദിക്കുന്ന പലരും ഉണ്ട്. ഇൻഷാ അല്ലാ ഈ എപ്പിസോഡിൽ സീനത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി നാളത്തേതിൽ ഉൾപ്പെടുത്താം കേട്ടോ. ഇപ്പോൾ പലപ്പോഴും നമ്മുടെ സ്റ്റോറി ഒന്നരായിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ ടൈം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. എന്തായാലും എല്ലാവരും കാണണം, മുഴുവനായിട്ട് കാണണം കേട്ടോ. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാനുള്ളത്, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ സീനത്തിൻ്റെ സ്ഥിതിഗതികൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ചൊക്കെ പറയാനുണ്ട്. ഇന്നത്തെ സ്റ്റോറിയിൽ ഞാൻ ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഞങ്ങൾക്ക് വല്യമ്മാൻ്റെ ആണ്ടാണ് കേട്ടോ. അതായത് ഹസ്ബൻഡിൻ്റെ വല്യമ്മാൻ്റെ ആണ്ട്, 3ാമത്തെ ആണ്ടാണ് കരുവാരക്കുണ്ട് എന്ന സ്ഥലത്ത്. അപ്പോൾ ഞങ്ങൾക്ക് പോകണം. അപ്പം പെട്ടെന്ന് രാവിലെ സ്റ്റോറി പറഞ്ഞു വിട്ടതാണ്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഗസയിലെ അല്ലേ ഒരുപാട് പിഞ്ച് പൈതങ്ങൾ ദാഹിച്ച് വലഞ്ഞിട്ടും വിശന്നിട്ടും കരഞ്ഞിട്ടും അതവരിങ്ങനെ അവിടെ കഴിയാണ്. അതേ വെടികൾ പൊട്ടുന്ന ശബ്ദം കേട്ട് പേടിച്ച് ചെവി പൊത്തി ഓടുകയാണ്. റബ്ബേ റഹ്മാനെ, നമ്മളെ സ്ഥിതി അങ്ങനെയാണെങ്കിൽ എത്ര ആയിരിക്കില്ലേ വിഷമം. റഹ്മാനെ, നമ്മളെപ്പോലത്തെ മുസ്ലിങ്ങൾ തന്നെയാണ് അവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് അവർക്ക് തക്കതായ ശിക്ഷ അതിൻ്റെ ശത്രുക്കൾക്ക് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുമാത്രമല്ല, അവിടെ മുസ്ലിം വംശം ഇല്ലാതാക്കുക എന്നതാണ് അവരുടെ പ്ലാനിങ്. തുടച്ചു നീക്കുക, എല്ലാത്തിനെയും കൊന്നൊടുക്കിയിട്ട് അവിടെ ഇസ്രായേലർ പിടിച്ചടക്കി ഒരു മുസ്ലിമിൻ്റെ തരി പോലും ബാക്കി വെക്കാത്ത സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇന്നലത്തെ ആ ഒരു വാർത്ത കേട്ടപ്പോൾ സങ്കടം വന്നു പോയിട്ടോ. 24 മണിക്കൂറിനുള്ളിൽ വലിയൊരു കൂട്ടക്കൊല അവിടെ നടക്കാൻ പോവുകയാണ്. ഏത് നിമിഷങ്ങൾക്ക് ഞങ്ങളെല്ലാവരും ഇല്ലാതായി പോകും എന്ന് പറഞ്ഞ് കരഞ്ഞ് പറയുന്ന ആ ഒരു ദയനീയ രംഗം. റഹ്മാനെ, അല്ലാഹുവേ, അങ്ങനെയുള്ള പരീക്ഷണങ്ങളെ തൊട്ട് നീ കാത്ത് രക്ഷിക്കല്ല. ആ മാതാപിതാക്കൾ, പിഞ്ചുമക്കൾ മാതാവിൻ്റെ മൃതദേഹത്തിന് അരികിൽ ഇരുന്ന് കരയുന്ന ആ ഒരു പിഞ്ചു ബാലൻ, ആ ബാലിക, ആ കുട്ടികളൊക്കെ കാണുമ്പോൾ റഹ്മാനെ എത്രമാത്രം സങ്കടപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കാരുണ്യം വർഷിച്ചു കൊടുക്കട്ടെ. റഹ്മാനെ, മുസ്ലിങ്ങളെ മുഴുവൻ തുടച്ചു നീക്കിയാൽ നിനക്ക് വേണ്ടി ചൊല്ലുന്ന ദിക്റുകൾ, നിനക്ക് വേണ്ടി ഓതുന്ന ആ ഒരു ഖുർആൻ പാരായണങ്ങൾ, അതെല്ലാം അവിടെ ഇല്ലാതായി തീരും. ഒരു മുസ്ലിമിൻ്റെ യാതൊരു രീതിയിലുള്ള പെരുമാറ്റം പോലും അവിടെ ഉണ്ടാവരുതെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അല്ലാഹ്, നിൻ്റെ ദീനാണ് റഹ്മാനെ, നീ ശക്തിപ്പെടുത്ത് റഹ്മാനെ. ബദർ, അതെ 313 മാത്രം ആളുകൾ വരുന്ന ആ ഒരു സ്വഹാബികൾക്ക് റഹ്മാനെ ഏറ്റവും കരുത്തായി തണലായി ഇറക്കിയ നിൻ്റെ മലക്കുകൾ, അതെ ആയിരക്കണക്കിന് ശത്രുക്കളുണ്ടായിട്ടും അന്ന് ബദറിൽ അവർ ജയിക്കാൻ കാരണം അവരുടെ ഈമാനിൻ്റെ ശക്തിയാണ്. അള്ളാഹു അവരെ സഹായിച്ചു. റഹ്മാനെ, ബദറിൽ നീ അവരെ സഹായിച്ച പോലെ റഹ്മാനെ അവിടെ അവർക്കും നീ സഹായം നൽകി റഹ്മാനെ. ആമീൻ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവരും ദുആ ചെയ്യട്ടോ. അവർക്ക് വേണ്ടി നമ്മളെക്കൊണ്ട് കഴിയുന്ന ദുആ മാത്രമാണ്. ആ ദുആ റഹ്മാനെ ഞങ്ങളുടെ നീ സ്വീകരിക്ക്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.